ഹായ് ഓൾ, ഞാൻ നിങ്ങളെ സ്വന്തം വിച്ചു. മറന്നിട്ടില്ല എന്നൊക്കെ വിചാരിക്കുന്നു. നമ്മൾ വീഡിയോസ് എല്ലാം പോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് നാളായി, ഏകദേശം ഒരു 3-4 മാസത്തോളമായി. അപ്പോൾ ഈ വീഡിയോസൊക്കെ റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്യാനുള്ളൊരു പരിപാടിയിലാണ്. അപ്പോൾ നമ്മൾ ഇനി മുതൽ ഇനി ഒരാഴ്ച കാലം പോസ്റ്റ് ചെയ്യാൻ പോകുന്ന ട്രാവൽ വ്ളോഗ്സാണ്. അപ്പോൾ ഡൽഹിയിലേക്കാണ് ട്രാവലർ. ഞാനും എൻ്റെ കൂട്ടുകാരനെ കൂടിയിട്ടാണ് പോണത്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കാഴ്ചകളും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇനി വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇനി അങ്ങോട്ട് കുറച്ച് ദിവസം ഡൽഹി കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ഈ വ്ളോഗിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള ഒരുക്കങ്ങളാണ്, റെഡിയായി, എല്ലാം കഴിഞ്ഞ് ഇതപ്പോൾ സമയം 8:30 അപ്പോൾ എന്തായാലും ഇറങ്ങാൻ നിൽക്കുകയാണ്. ബാക്കിയൊക്കെ വീഡിയോസിൽ കാണാം. അങ്ങനെ നമ്മളിപ്പോൾ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിലാണ് എത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത് ഷൊർണൂർക്കുള്ള ബസ് പിടിക്കണം. അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ ഒരു 10 മിനിറ്റിനുള്ളിൽ വരുമെന്നാണ് പറഞ്ഞത്. മാക്സിമം 10 മിനിറ്റിനുള്ളിൽ തന്നെ വന്നു. പിന്നെ നമ്മുടെ പാലക്കാട് ജില്ലയിലെ ഏറ്റവും മികച്ച ബസ് സ്റ്റാൻഡുകളിൽ ഒന്നാണ് ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ്. അങ്ങനെ ഇനിയിപ്പോൾ ഷൊർണൂർ ജംഗ്ഷനിലെത്തി. അപ്പോൾ അതിനുശേഷം നല്ല വിശപ്പുണ്ട്, നല്ല ഫുഡ് കഴിക്കാമെന്നുള്ള പരിപാടിയിലാണ്. ഇനിയിപ്പോൾ ഫുഡ് പുറത്ത് പോയി കഴിക്കണമെന്ന് ആലോചിച്ച് ഇങ്ങനെ കറക്കിയപ്പോഴാണ് നമ്മുടെ വീഡിയോയിൽ ഹോട്ടൽ അഭിലാഷ് പെട്ടത്. അങ്ങനെ അഭിലാഷ് ഹോട്ടലിലേക്ക് നേരെ പോയി 50 രൂപ ഊണും കണ്ടു. അപ്പോൾ അങ്ങനെ പോയി ഫുഡൊക്കെ കഴിച്ചു. ഹോട്ടലിലും കുഴപ്പമില്ല, സർവീസ് കുഴപ്പമില്ല. അപ്പോൾ ഇനി ഷൊർണൂർ ജംഗ്ഷനിൽ വരുന്നവർക്ക് ഓപ്പോസിറ്റ് അഭിലാഷ് ഹോട്ടലുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറി. അതിന് ശേഷം റെയിൽവേ സ്റ്റേഷൻ മൊത്തത്തിലൊരു നിരീക്ഷണം നടത്തി. പിന്നെ നമ്മുടെ സീറ്റുകളൊക്കെ RICയിലായിരുന്നു, വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. അപ്പോൾ അതെല്ലാം എൻക്വയറി പോയിട്ട് കൺഫേം ചെയ്തു. ഇന്നലെ മെസ്സേജ് വന്നു, ജസ്റ്റ് എന്നാലും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, അതങ്ങനെ ക്ലിയറാക്കി. അപ്പോൾ അതിനുശേഷം നമ്മുടെ ട്രെയിനായിട്ടുള്ള കാത്തിരിപ്പാണ്. ഇനി ട്രെയിനിൽ കയറിയിട്ട് ബാക്കി വീഡിയോ. അങ്ങനെ ട്രെയിനിലൊക്കെ കയറി സീറ്റെല്ലാം ഓക്കെ ആയി. നമുക്ക് കറക്റ്റ് നമ്പർ അനുസരിച്ച് കിട്ടിയ നല്ലൊരു ഫാമിലി ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഇതാ ഞങ്ങളുടെ സീറ്റിൻ്റെ തൊട്ടപ്പുറത്തുള്ള വ്യൂ ആണിത്. ഇതിപ്പോൾ കാസർഗോഡ് കഴിഞ്ഞു. AC കമ്പാർട്ട്മെൻറ്റിലാണ് കയറിയത്. അങ്ങനെ ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നുമില്ല. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്. നമ്മൾ AC കോച്ച് ബുക്ക് ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് ഈ കാര്യങ്ങൾക്കൊക്കെ. അതിനനുസരിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും കയറുക. അതുകൊണ്ട് ഫാമിലി കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും AC കോച്ച് തിരഞ്ഞെടുക്കുന്നത്. അത് പ്രത്യേകിച്ച് നമ്മൾ കേരളം വിട്ടു പോകുന്ന, നമ്മുടെ സംസ്ഥാനം വിട്ടു പോകുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ AC കോച്ച് മാക്സിമം തിരഞ്ഞെടുക്കുക. കോസ്റ്റ് ഇത്തിരി കൂടുതലാണ്. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഡൽഹിക്കാണ് പോണത്. ഡൽഹിക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഒരാൾക്ക് കോസ്റ്റ് വന്നത് 3000 സംതിങ് ആണ്. അപ്പോൾ സ്ലീപ്പർ എന്ന് പറയുമ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി കുറയും. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഉണ്ടാവുള്ളൂ. പിന്നെ കേരളം വിട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം അത്രയും മാത്രം വേറെ ആൾക്കാരൊക്കെ കയറുക, നമ്മളെ ഡിസ്റ്റർബൻസ് നമുക്ക് കുറച്ച് കൂടുതലുണ്ടാവും. അപ്പോൾ ഇതിൽ AC കോച്ചിൽ കയറിയപ്പോൾ അത്യാവശ്യം നല്ല ആൾക്കാരായിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയ കോച്ച് കുഴപ്പമുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ചുറ്റുവട്ടത്തിരിക്കുന്ന ആൾക്കാരൊക്കെ നല്ല ആൾക്കാരായിരുന്നു. ഞങ്ങൾ നല്ല കമ്പനിയാണ്, ഫ്രണ്ട്സ് എന്നുള്ള രീതിയിലെല്ലാം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ ആ ഒരു ബുദ്ധിമുട്ട് നമുക്കില്ല. അപ്പം ഞങ്ങൾ വരുമ്പോൾ സ്ലീപ്പറാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്ലീപ്പറിൽ തിരിച്ച് വരുന്ന സമയത്ത് ഞങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വീഡിയോയിൽ പറയും. പിന്നെ കൂട്ടുകാരന്മാരുണ്ട്, അവർക്ക് വീഡിയോയിൽ മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. ഇനി ഞങ്ങൾ ഡൽഹി കുറച്ചൊരു ട്രിപ്പ് ഉണ്ട്. ആ ട്രിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വ്ളോഗിലൂടെ ഞാൻ കാണിക്കാം. ഇപ്പോൾ കാസർഗോഡ് കഴിഞ്ഞു. ഇപ്പോൾ കാസർഗോഡ് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുന്നത് ഉള്ളിലാൽ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ നല്ല കാറ്റും മഴയും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ സാധാരണ റെയിൽവേ സ്റ്റേഷൻ പോലെ അല്ലാത്തൊരു ഓപ്പൺ പ്ലേസ് ആണ്. നല്ല രസമായിരുന്നു കേട്ടോ. ഇതിൽ കൂടെ വരുമ്പോൾ നല്ല ഓപ്പൺ പ്ലേസും കാര്യങ്ങളും, നല്ലൊരു എന്താ പറയുക, പ്രത്യേകിച്ച് ആ ഒരു ക്ലൗഡ്ലിനെസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരു മഴച്ചാറ്റിലും കാര്യങ്ങൾ, അങ്ങനെ പ്രത്യേക ഒരു വൈബായിരുന്നു ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്.
ഇപ്പം നമ്മൾ കയറി കോച്ചിലെ നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാർ നല്ല ആൾക്കാർ, നല്ല സ്വഭാവമുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അതിലൊരു കുട്ടിയുണ്ട്, അത്യാവശ്യം വരയ്ക്കുന്നതിലൊക്കെ നല്ല കഴിവുള്ളൊരു കുട്ടിയുണ്ട്. അപ്പം ഇരിക്കുന്ന ബ്ലോഗ് അങ്ങനെ താല്പര്യമില്ല. അപ്പോൾ അതിൻ്റെ ചിത്രങ്ങൾ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടാണ് വരച്ചത്. ഒരു ക്ലാസ്സോ ഡ്രോയിങ് ക്ലാസ്സൊന്നും അറ്റൻഡ് ചെയ്തിട്ടല്ല, യൂട്യൂബിൽ നോക്കി വരച്ച് എടുത്താണ് ചിത്രങ്ങൾ ഞാൻ കാണിച്ചത്. നാല് അങ്ങനെ പകൽ സമയത്ത് ഒരുപാട് നല്ല നിമിഷങ്ങൾ കടന്നുപോയി. അവസാനം രാത്രിയായി. ഞാൻ ഫുഡ് കഴിക്കേണ്ട പരിപാടിയാണ്. അപ്പോൾ ആർക്കും ഈ ട്രെയിനിൽ നിന്ന് കഴിക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. പക്ഷേ നമ്മൾ കൊണ്ടുപോയ ഫുഡൊക്കെ ഏകദേശം കഴിഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 2 മുട്ടക്കറിയും 2 ചപ്പാത്തിയായിട്ട് 2 സെറ്റ് ചപ്പാത്തിയായിട്ട് വാങ്ങിച്ചു. എന്നിട്ട് അവസാനം ഇതൊക്കെ ഞാൻ തന്നെ തിന്ന് തീർക്കേണ്ടി വന്നു കേട്ടോ. ഇവരാരും അങ്ങനെ കഴിച്ചൊന്നുമില്ല, ട്രെയിനിലെ ഫുഡ് ആയതുകൊണ്ട്. നമുക്ക് പിന്നെ എന്തും പോവും, അങ്ങനത്തെ ഒരു കുഴപ്പമൊന്നുമില്ല. വിശന്നിട്ടൊന്നും നമ്മൾ ഇരിക്കുന്ന പരിപാടിയില്ല. ട്രെയിൻ ഉള്ളത് കഴിക്കും. അങ്ങനെ കഴിച്ചു. എനിക്ക് കുഴപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അല്ലാത്തവർക്ക് ചെറിയ ചെറിയ ഒരു ഇഷ്ടക്കേടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നൈറ്റ് വ്യൂ കാണാമെന്ന് പറഞ്ഞ് വന്നു. അപ്പോൾ അടുത്തൊരു ട്രെയിൻ വന്ന് നിന്നപ്പോൾ നല്ല ഫ്ലൈറ്റ് പോണ സൗണ്ട് പോലെ തോന്നി. അപ്പോൾ നമ്മുടെ രാത്രിത്തെ ഉറക്കത്തിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയായി, ഉറങ്ങാനായിട്ട് പോവാണ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. രാത്രി ആ ചേട്ടൻ കിടന്ന് ഉറങ്ങണം നോക്കിയേ, എന്ത് സമാധാനത്തിലാണ്. അങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റിയത് തന്നെ AC കോച്ച് എടുത്തുകൊണ്ടാണ് കേട്ടോ. അതല്ലെങ്കിൽ സ്ലീപ്പറൊക്കെ ആണെങ്കിൽ പിന്നെ കഴിഞ്ഞ്, പിന്നെ പറയണ്ട. അപ്പം അങ്ങനെ നമുക്കിവിടെ പില്ലോയും അതുപോലെ തന്നെ കമ്പിളി കാര്യങ്ങളൊക്കെ തരും കേട്ടോ. രാവിലെ ഇപ്പോൾ സമയം 8:45. രാവിലെ എണീറ്റു, ബ്രഷ് ചെയ്തു, കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, ഫുഡ് കഴിച്ചു. ഫുഡ് നമ്മൾ ഇന്നലെ കൊണ്ടുവന്ന ചപ്പാത്തി ഉണ്ടായിരുന്നു, രാവിലത്തെ ഫുഡ് അതായിരുന്നു. പിന്നെ ഉച്ചക്കലത്തെ അവർ ഓർഡർ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു, റെയിൽവേയുടെ ആൾക്കാർ ഫുഡിൻ്റെയൊക്കെ ഓർഡർ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഓർഡർ കൊടുത്ത് നമ്മളപ്പോൾ ഉച്ചയ്ക്ക് കൊടുത്തിരിക്കുന്നത് ചപ്പാത്തി മുട്ടക്കറിയും തന്നെയാണ്. നമ്മുടെ കയ്യിൽ ബാലൻസ് ചപ്പാത്തിയും കൂടി ഉണ്ട്. അപ്പോൾ പിന്നെ ഫുഡ് എടുക്കാനൊക്കെ ഇവിടെ ആൾ വരും. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് കൊണ്ടുതരും. അപ്പോൾ അത് എന്തായാലും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ റെയിൽവേയിൽ ഇവിടെ വരുന്നത് ഒരു മുട്ടക്കറി 5 ചപ്പാത്തിയും 120 രൂപയാണ് ഇവിടെ പ്രൈസൊക്കെ വരുന്നത്. അതേപോലെ തന്നെ ബിരിയാണിക്ക് വന്നിട്ട് 150, അങ്ങനെയൊക്കെയാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ അതെല്ലാം ഓർഡർ ചെയ്തു. അപ്പോൾ നമ്മൾ കയറിയ കോച്ചിൻ്റെ സൈഡിലുള്ള ഒരു ഫാമിലി ഉണ്ട്. അപ്പോൾ അതിലത്തെ ചേട്ടൻ ഡൽഹിയിൽ ഏകദേശം 30 വർഷത്തോളമായി താമസിക്കുന്നത്. അപ്പോൾ ആ ചേട്ടൻ്റെ ഒരു അനുഭവം നമുക്ക് കേൾക്കാം. നേരത്തെ ഞങ്ങൾ ഡൽഹിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ നേരത്തെ ഞങ്ങളുടെ കൂടെ ആൾക്കാർ വരുന്നവരെല്ലാം ജോലിക്ക് വേണ്ടി വരുന്നവരായിരുന്നു. ഇപ്പം ജോലിക്ക് വേണ്ടി വരുന്നവരൊക്കെ വളരെ കുറവാണ്. ഇപ്പം പഠിക്കാനായിട്ടും എംബസിയിലേക്കും പോകുന്ന ആൾക്കാരെ ഇപ്പം വരുന്നത്. നമ്മുടെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ തന്നെ അവർക്കുള്ള ജോലികളുണ്ട്, അല്ല പിന്നുള്ള ജോലി എന്ന് പറഞ്ഞാൽ വിദേശത്താണ്. അങ്ങനെ ഡൽഹിയിലേക്ക് ഇപ്പം ജോലിക്ക് വരുന്ന ആൾക്കാരായിട്ട് നമ്മുടെ ഈ ട്രെയിനിൽ അങ്ങനെ യാത്ര ചെയ്യുന്നത് വളരെ കുറവാണ്. പിന്നെ നമ്മൾ നേരത്തെ സ്ലീപ്പർ കോച്ചിലൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. സ്ലീപ്പർ കോച്ചിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ആൾക്കാർ വളരെ കുറവായി. ഇപ്പോൾ അതിനകത്ത് സ്ലീപ്പർ കോച്ച് പോകുന്നതും ബംഗാളികളും ബീഹാറികളും പിന്നെ അവിടെയുള്ള ജോലിക്കാരുമായിട്ടുള്ള ആൾക്കാർ. നമ്മുടെ ആൾക്കാർ കൂടുതലും ഫ്ലൈറ്റിലേക്കും കൂടുതൽ ആൾക്കാർ AC കോച്ചിലേക്കും മാറി. ഇപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു അനുഭവമായിട്ട് വന്നിരിക്കുന്നത്. ടോയ്ലറ്റ് സൗകര്യം വളരെ മോശമാണ്. ടോയ്ലറ്റ് സൗകര്യം പക്ഷെ ഇപ്പം അടുത്ത സമയത്ത് ഒരു സ്വല്പം മെച്ചപ്പെട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. നേരത്തെ ഒന്നും വളരെ നിർഭാഗ്യകരമായ ഒരു അനുഭവമായിരുന്നു ടോയ്ലറ്റിനെ സംബന്ധിച്ചിടത്തോളം. വളരെ ബുദ്ധിമുട്ടായിരുന്നു നേരത്തെ.
അതുപോലെ തന്നെ തിരക്കുമായിരുന്നു. ഇപ്പം ഒരു തിരക്ക് വളരെ കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഇപ്പൊ കൊച്ചി പോകാഞ്ഞിട്ടായിരിക്കും തിരക്ക് വളരെ. ഇത് തേർഡ് സെക്കൻഡ് എ സിയിലെ ബെനിഫിറ്റ് ഒന്ന് ചിലപ്പം ഇത് കൂടുതൽ സൗകര്യങ്ങൾ കാണുമായിരിക്കും അതിനകത്ത്. കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ട്. ഇച്ചിരി കൂടുതലാണ് പ്രൈസ് കൂടുതലാണ്. പിന്നെ നമ്മുടെ ടോയ്ലറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച് വെള്ളം അതിനാവശ്യമാണ് വെള്ളം നിറയ്ക്കാനായിട്ട് നിർത്തിയിട്ടിരിക്കുന്നുണ്ട്. വരുന്ന വഴിക്ക് ഒരുപാട് വീടുകളും നമ്മൾ സിനിമയിലെ കാണുന്ന പോലത്തെ ഒരുപാട് ചേരികളൊക്കെ ഉണ്ട് ആ സൈഡിലായിട്ട്. പക്ഷേ എന്താ പറയുക, അവിടുത്തെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു, നമുക്ക് കാണുമ്പോൾ അതൊരിക്കലും നമ്മളെ കൊണ്ടൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അവരുടെ വീടും അവരുടെ ചേരികളും കാര്യങ്ങളും എല്ലാം അതിൽ കൊടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് തന്നെ കാണുമ്പോൾ സങ്കടം തോന്നും. കാരണം ഒരു ചുമര് എന്നുള്ള രീതിയില്ല. പക്ഷെ നമ്മളുടെയൊക്കെ സ്ഥലം, നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വീടുണ്ട്, വീടിനായിട്ടുള്ള അതിർത്തിയുണ്ട്. അതുപോലെ തന്നെ ഒരു വീട് ചുറ്റുമതിൽ നമ്മുടേതായിട്ടുള്ളൊരു ഇതുണ്ട്. പക്ഷേ മറ്റെവിടെയൊന്നും ഒരിക്കലും അത് ഇല്ല. അങ്ങനെ നമ്മൾ അവസാനം ഡൽഹി എത്തി. ഡൽഹി ഹസ്രത്ത് നിസാമുദ്ദീൻ സെൻ്ററാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരുപോലെ ഇരുന്നു, നല്ല ഇതായിരുന്നു. എല്ലാവരും ഇറങ്ങി, എല്ലാവരും പിരിയെ നല്ല വിഷമത്തോടെയാണ്. അങ്ങനെ ഡൽഹിക്ക് വന്ന് ഞങ്ങൾക്ക് ഡൽഹിയിലേക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് 1-2 ഫാമിലീസിന് കിട്ടി. അപ്പോൾ അവരെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അവരും കൂടെ ഇറങ്ങിയതിന് ശേഷം നമുക്ക് ഒരുമിച്ച് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തോട്ട് പോവാം. ഇവിടെ നോക്കിയ സമയത്ത് എസ്കലേറ്റർ നോക്കി കയറാനായിട്ട്, എസ്കലേറ്റർ ഭയങ്കര കംപ്ലൈൻ്റ് ആയിരുന്നു. അതുകൊണ്ട് എസ്കലേറ്റർ ഇല്ല. അതുകൊണ്ട് നടന്നിട്ടാണ് ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെത്തി. പുറത്തോട്ട് വരുന്ന സമയത്ത് ഓട്ടോക്കാരുടെ ബഹളം മോയാണ്, അതിലൊന്നും നിങ്ങൾ പെടാതിരിക്കുക. അപ്പോൾ നമ്മുടെ ഫാമിലീസ് വന്നു, അവർക്ക് പോകേണ്ട സ്ഥലങ്ങൾക്ക് നമ്മൾ ഊബർ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ഓരോ കാര്യങ്ങൾ അടുത്ത വീഡിയോസിലായിട്ട് കൂടുതലായിട്ട് പറയാം. ഓക്കെ.